ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് പെരുകാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട് വരുന്ന ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ് ഇന്നായിരിക്കുന്നത്. ഇത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാറിയാണ് നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നോക്കിയ ഒരു 10 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ ഒരു അടിപൊളി വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്, ഈ വീട് ഇരിക്കുന്നത് 4.5 സെൻറ്റിലാണ്, 2000 സ്ക്വയർ ഫീറ്റാണ്, 4 BHK 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കാണുന്ന പോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല ലുക്കിൽ പണിതിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന് തൊട്ട് സമീപമായിട്ട് തന്നെ വേറെ വീടുകൾ നമുക്കിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വീട് കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു ലുക്കാണ് പുറമേ നമുക്ക് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വലിയ സ്ലൈഡിങ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഈ കാണുന്ന വലിയ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമ്മൾ വീടിൻ്റെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ട് 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എടുത്തിട്ടുണ്ട്. കൂടാതെ തറ ഫുള്ളും നമുക്ക് കടപ്പ കല്ലുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആ സൈഡിലായിട്ട് നമുക്ക് ഒരു ഗാർഡൻ പ്രൊവിഷൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിന് പൈപ്പ് കണക്ഷനും കിണറും അവൈലബിൾ ആണ്. നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഗ്ലാഡിങ് സ്റ്റോണൊക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കിണറതോ ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് നോക്കേണ്ടത്. നമുക്ക് ഈ കാണുന്ന പോലെ 10x6 ഡയമെൻഷനിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഈ കാണുന്ന മെയിൻ ഡോർ വരുന്ന തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. നല്ല ഭംഗിക്ക് ചെയ്തിട്ടുള്ളതാണ്. തേക്കിൽ ഫ്രെയിമൊക്കെ നന്നായിട്ട് ചെയ്ത് ഇനി പോളിഷ് വർക്ക് കൊണ്ട് അത് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. നമുക്കിവിടെ കട്ടള ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈപ്പാണ് ഇവിടെ കട്ടള കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ നല്ലൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. 16x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. സൈഡിലായിട്ടൊക്കെ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല അത്യാവശ്യം വലിപ്പത്തിനുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഈ ഒരു സ്പേസിൽ വരുന്നത്. അപ്പോൾ അവിടെ ആയിട്ടൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ TV വരെ വയ്ക്കാനുള്ള നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലായിട്ട് സീലിംഗ് വർക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. നമുക്ക് ഈ കാണുന്ന പോലെ 20x12 ഡയമെൻഷനിലുള്ള ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. കാണുന്ന പോലെ തന്നെ നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് അവിടെ ലിവിങ് ഏരിയ, ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ കറക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് ഇവിടെ സീലിംഗ് വർക്കായിട്ട് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ നമുക്ക് കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇനി നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മിറർ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ഇത് രണ്ടും വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചണൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ലിവിങ് ഏരിയ ആയാലും നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ കാണാനൊക്കെ പറ്റുന്ന ടൈപ്പിൽ ഒരു ഓപ്പൺ കിച്ചണാണ്. ഒരു പ്രത്യേക ലുക്ക് അവിടുത്തെ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലിനെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ഈ ഓപ്പൺ കിച്ചൺ വരുന്നത് 14x12 ഡയമെൻഷനിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ്. ധാരാളം കബോർഡ്സുകളെല്ലാം നമുക്കിവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ കാണുന്ന പോലെ ഈ ഒരു കളർ തീം നല്ലൊരു അട്രാക്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടറായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോഡേൺ ടൈപ്പിലുള്ള വാഷ് ബേസിൻ കൗണ്ടർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകളും അവൈലബിൾ ആണ്. നമുക്ക് ജിപ്സം ബോർഡിലും അലുമിനിയം ഫ്രെയിമിലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഫുള്ളും വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ വർക്ക് ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടറും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. മുകളായിട്ട് തന്നെ ധാരാളം ക്യാബിനറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രിപ്പ് ടൈപ്പ് കെയില് തന്നെയാണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ പ്ലഗ് പോയിൻറ്റ്സ് ആയാലും നമുക്ക് പല സ്പോട്ടിലായിട്ട് നമുക്ക് പ്ലഗ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ചിമ്മിനി നമുക്ക് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ട പോലെ ലിവിങ് ഏരിയ നമ്മൾ നോക്കിയായിരുന്നു. അവിടെയാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമ്മളിപ്പോഴായിട്ട് ഡൈനിങ് ഏരിയ കണ്ടു. പിന്നെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ, ഓപ്പൺ കിച്ചനും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം പോകണം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ 15x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് വാർഡ്രോബ്സ് ഈ സൈഡിലും കൂടാതെ നമുക്ക് മിറർ ഇപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് വാർഡ്രോബ്സിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് ആ സൈഡായിട്ടാണ് മിറർ വരുന്നത്. അത്യാവശ്യം വലിയൊരു മിറർ തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു വ്യൂ നമുക്ക് ആ മിററിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, മുകളിലായിട്ട് നമുക്ക് ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ലുക്ക് നമുക്ക് വാർഡ്രോബ്സും ഇത് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. അപ്പോൾ ഇത് PVC ഡോറിൽ കംപ്ലീറ്റ് ചെയ്തതാണ് നമുക്ക് ഡോർ വരുന്നത്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്, നമുക്ക് പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു മിററും നമുക്ക് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമ്മുടെ ഓപ്പൺ കിച്ചണും ഫസ്റ്റ് ബെഡ്റൂമും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിനായിട്ട് വരുന്ന വിശേഷം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. നമുക്കൊരു വുഡൻ ഹാൻഡിൽസ് വരുന്ന ഒരു ഇതാണ് വരുന്നത്. നമ്മൾ തറയിൽ ടൈൽസാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലായിട്ടൊക്കെ ഫോട്ടോ ഫ്രെയിമൊക്കെ വയ്ക്കാൻ കണക്കിന് കുറച്ച് സ്പേസും ചുമരെല്ലാം ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. നമുക്ക് മുകളിൽ നോക്കുമ്പോൾ സീലിങ്ങിൽ നമുക്ക് അവിടെ ആയിട്ട് ഒരു ഫാൻസി ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന ഇതിൻ്റെ ഈ ഒരു സൈഡ് വശത്തിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് 20x15 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് മുകളിൽ കയറി വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ വരുന്നത്. നമുക്കിവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് നമുക്ക് മുകളിലായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതായിട്ട് ഫാൻസി ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ താഴേന്ന് ഈ കാണുന്ന പോലെ താഴെ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഈ ഭാഗത്തോടെ ആണ് ഈ മുകളിൽ നമ്മൾ വന്നെത്തിയത്. അപ്പം ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന നമ്മൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ്. മുകളിൽ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. ടൈൽസ് നല്ലൊരു നമുക്ക് ഒരു വൈബ്രൻറ്റ് ലുക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ TV യൂണിറ്റ് വരുന്നത്. ജിപ്സം ബോർഡിലാണ് നമുക്ക് TV യൂണിറ്റിൻ്റെ കബോർഡ്സും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബെഡ്റൂം, ഈ ഒരു സൈഡിൽ ഒരു ബെഡ്റൂം, നമുക്ക് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് അടുത്ത 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഇതിൻ്റെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ടും ഇന്നും കണക്ഷനെല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. 15x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ അപ്പുറ സൈഡ് റൂമിൽ കണ്ട അതേ ടൈപ്പ് വാർഡ്രോബ്സും തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് മിറർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ കണ്ട അതേ ടൈപ്പ് വാർഡ്രോബ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. കാണുന്ന പോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ടൈൽ ഈ ഒരു കളറാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 2, 3 നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x
12 ഡൈമെൻഷൻ വരുന്നത്. മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ നേരത്തെ കണ്ട പോലെ വാർഡ്രോബ്സ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വാർഡ്രോബ്സ് വരുന്നുണ്ട്. അപ്പുറത്തായിട്ട് നമുക്ക് മിററും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കയറി കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. താഴെ ഗ്രിപ്പ് ടൈപ്പ് ടൈലും ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ലാസ്റ്റത്തെ ബെഡ്റൂം കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ലാസ്റ്റത്തെ ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂം പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ കാണുന്ന ഈ ഒരു തീമാണ് നമുക്കിവിടെ വരുന്നത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെറുതാണ്. നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ഡിസൈനിങ് ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ മിറർ സെപ്പറേറ്റ് ഈ ഒരു ഭാഗത്തും നമുക്ക് വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർഡ്രോബ്സ് മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതാണ്. നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ ബെഡ്റൂമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്പേസ് കുറച്ച് മതിയല്ലോ. അപ്പോൾ ആ ഒരു തീമിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ട ഈ ഒരു ഭാഗത്തെ വാളിലൊക്കെ കുറച്ച് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്കപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ആയിട്ടുള്ള എല്ലാ സംഭവവും നമുക്ക് ഫിറ്റിങ്സ് എല്ലാം വരുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയാണ് നമുക്ക് ബെഡ്റൂമും ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ 12x8 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ്. നമുക്ക് ഒരു വുഡൻ ഫിനിഷ് കിട്ടുന്ന ഒരു ടൈൽ യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ബാൽക്കണിയിൽ അവിടെ ഇട്ടിട്ടുള്ളത്. നമുക്കപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വിശേഷം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വീടിൻ്റെ പ്രൈസാണ്. നമുക്ക് ഈ വീടിന് വരുന്ന ആസ്കിംഗ് പ്രൈസ് 82 ലക്ഷമാണ് വരുന്നത്. അപ്പം അത് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ലോണിനാണ് ഈ വീട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടാതെ ഈ വീട് വന്ന് കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സംസാരിക്കാം. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള വേറെ ഏതെങ്കിലും വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ബഡ്ജറ്റിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് വീടുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ദയവായി ഈ കാണുന്ന നമ്പറിൽ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.